നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ പോണ റിവ്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ട്രിമ്മറാണ്. അപ്പോൾ ഇത് ഞാനൊരു 1 വീക്ക് മുന്നാണ് ഓർഡർ ചെയ്തത്. അപ്പോൾ നമുക്കിത് പൊളിച്ചിട്ട് അതിൻ്റെ നോക്കാം. അത് MIയുടെ ട്രിമ്മറാണ്. ഇതിൽ എന്തൊക്കെ കൊടുത്തിട്ടുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെറുതെ പ്രൊഡക്റ്റ് നെയിം സെല്ലർ നെയിം മാത്രമാണ് ഇതിന് കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് തുറന്ന് നോക്കാം. ഇത് തുറക്കുമ്പോൾ കിട്ടുന്നത് ഒരു പ്രൊട്ടക്ഷനാണ്. പിന്നെ ഒരു ബില്ലുണ്ട്. ആ ബില്ലിൻ്റെ കാര്യം പറഞ്ഞു. ബില്ല് നമ്മൾക്ക് പ്രത്യേകിച്ച് വില കുറവെന്ന് കഴിഞ്ഞാൽ കുറേ നാളെ നോക്കിക്കണം. അപ്പോൾ അതിലെന്തായാലും വില കുറവൊന്നും കാണാത്തതുകൊണ്ട് നമ്മളത് വലിയ കാര്യമാക്കിയില്ല. കുറേ ദിവസമായിട്ട് നമ്മൾ നോക്കുകയാണ് എന്നാണ് ഓഫറിലൊക്കെ വില കുറയുന്നത് വെച്ചാൽ 1199 രൂപയാണ് ആയിട്ടുള്ളത്. പിന്നെ നമുക്കിതിനെക്കുറിച്ച് വേറെ പറയുകയാണെങ്കിൽ ഇത് മാനുഫാക്ചർ ചെയ്തിട്ടുള്ളത് ചൈനയിലാണ്. ഇവിടെ കംപ്ലൈൻറ്റ് രജിസ്ട്രേഷൻ. ഒരു മെയിൻ തിങ് പറയാൻ മറന്നു, ഇതിൻ്റെ ചാർജിങ് കപ്പാസിറ്റി പറഞ്ഞിട്ടുള്ളത് 90 മിനിറ്റ് നേരമാണ്, 1.5 മണിക്കൂർ നേരം. അപ്പോൾ ഇത് ചാർജ് ചെയ്യാനായിട്ട് അറൗണ്ട് നമുക്ക് 2 മണിക്കൂർ ടൈം എടുക്കും. പിന്നെ ഇതിൻ്റെ വേറൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് 10 മിനിറ്റ് ചാർജ് ചെയ്താലും 5 മിനിറ്റ് ചാർജ് ചെയ്താലും 10 മിനിറ്റോളം നമുക്കിത് റൺ ചെയ്യാൻ പറ്റും. അതാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള എഫിഷ്യൻസി എന്ന് പറയുന്നത്. കർണാടകയിൽ ബാംഗ്ലൂരുണ്ട് കസ്റ്റമർ കെയർ. പിന്നെ നമുക്ക് തുറന്ന് നോക്കാം. ഇത് ഫുൾ സീൽഡാണ്. ഇവിടെ ഒരു ബാർകോഡുണ്ട്. പിന്നെ അടിയിൽ സീൽഡാണ്. അപ്പോൾ നമുക്ക് തുറന്ന് നോക്കാം. അപ്പോൾ സീൽ തുറക്കുമ്പോൾ നമുക്ക് ഇതിൻ്റെ ഫസ്റ്റ് ഒരു യൂസർ മാനുവലാണ് കിട്ടുന്നത്, എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടതെന്നുള്ളത്. ഇതിനെക്കുറിച്ച് നല്ലൊരു റിവ്യൂസൊക്കെ കേട്ടതിന് ശേഷമാണ് ഞാനിത് വാങ്ങാൻ കാരണം. അപ്പോൾ ഇതിൻ്റെ നോബും കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. LED ലൈറ്റ് ഇൻഡിക്കേഷൻ, അത് ബാറ്ററിനെയാണെന്ന് തോന്നുന്നു. നമുക്ക് ബാക്കിയുള്ള നോക്കാം. അപ്പോൾ ഇത് നമുക്ക് തുറന്ന് നോക്കാം എന്തൊക്കെയാണ് ഇതിൽ വരുന്നതെന്ന്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് തുറക്കുമ്പോൾ 2 ബോക്സാണുള്ളത്. ഒരെണ്ണത്തിൻ്റെ ഉള്ളിൽ ഒരു MIയുടെ ഒരു പൗച്ചുണ്ട്. ഇത് നമുക്ക് ട്രാവൽ ചെയ്യാൻ എളുപ്പത്തിനായിരിക്കും. ബോക്സ് വെച്ച് ട്രാവൽ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള കാരണം ഈ പൗച്ചിലോട്ട് ട്രാവൽ ചെയ്യാൻ പറ്റും. നല്ലൊരു ക്വാളിറ്റി സാധനമാണെന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. എന്നുണ്ടെങ്കിൽ ഒരു ലെതർ ടൈപ്പ് സാധനമാണ്. പിന്നെ നമുക്ക് വരുന്നത് ഒരു ചാർജറാണ്. ചാർജർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സാധാരണ USB ചാർജറാണെന്ന് തോന്നുന്നു. നമുക്ക് തുറന്ന് നോക്കാം. USB ചാർജറാണ്. ബട്ട് നമുക്ക് സാധാരണ നമ്മുടെ പണ്ടത്തെ മറ്റേ ടേപ്പ് റെക്കോർഡിലൊക്കെ വരുന്ന ടൈപ്പ് കണക്റ്ററാണ്. സെയിം നമ്മുടെ പണ്ടത്തെ ട്രിമ്മറുകൾക്കൊക്കെ വരുന്ന അതേ സെയിം ടൈപ്പാണ്. പിന്നെ നമ്മുടെ മെയിൻ സാധനം എടുക്കാൻ പുറത്തേക്ക്. പിന്നത്തെ ബോക്സിലുള്ളത് നമ്മുടെ ട്രിമ്മറാണ്. അപ്പോൾ ട്രിമ്മർ ഈ നിലയ്ക്കാണ് ഇരിക്കുന്നത്. അപ്പോൾ ട്രിമ്മറിന് നിങ്ങൾ ഫോക്കസ് ചെയ്ത് കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ട്രിമ്മറിനൊരു നോബുണ്ട്, ഒരു ഓൺ ബട്ടൺ ഉണ്ട്. അപ്പോൾ നമുക്കൊന്ന് ചുമ്മാ അതിന് മുന്നായിട്ട് ഇതിൻ്റെ ഉള്ളിൽ എന്തിട്ടാന്ന് നോക്കാം വേറെ. പിന്നെ ഇത് 2 ടൈപ്പ് ഇതാണ് തരുന്നത്. മീൻസ് ഒരെണ്ണം നമ്മുടെ ലോങ് ഹെയർ കട്ട് ചെയ്യുന്ന ടൈപ്പുള്ളതും പിന്നെ സാധാരണ സ്മോൾ ടൈപ്പാണ് വരുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ക്ലീനിങ്ങിനായിട്ടുള്ള ഒരു പർപ്പസിനായിട്ടുള്ള സാധനം തരുന്നുണ്ട്. പിന്നെ നമുക്ക് ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ ഒരു 3 LEDs ലൈറ്റ് കാണുന്നുണ്ട്. നമുക്കൊന്ന് പ്രസ് ചെയ്ത് നോക്കാം ഇനി ഇതിൻ്റെ ഉള്ളിൽ ചാർജ് ഉണ്ടോ എന്താണ് ഇതിൻ്റെ അവസ്ഥ എന്ന്. അപ്പോൾ ഇതിൽ ഫുൾ ചാർജാണ് കാണിക്കുന്നത്. പിന്നെ നമുക്കിതിൻ്റെ ഉള്ളിൽ 10 വരെ കാണിക്കുന്നുണ്ട്. നിങ്ങൾ കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. 10 വരെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ചാർജ് ഇല്ല എന്നാണ് തോന്നുന്നത്. നമ്മളിതുവരെ ചാർജ് ചെയ്യാത്തതുകൊണ്ട് ചാർജ് കുറവാണ്. അപ്പോൾ പിന്നെ നമുക്കിത് ഈസി ആയിട്ട് റിമൂവ് ചെയ്യാൻ പറ്റും. ഞാൻ റിമൂവ് ചെയ്തിട്ട് കാണിച്ചു തരാം. ഇതിൽ കുറച്ച് ചാർജ് ഉണ്ടായിരുന്നു, 2 ഘട്ട ചാർജ് ഉണ്ട്. അപ്പോൾ ഞാനൊന്ന് ജസ്റ്റ് ഓൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഒരു ചെറിയ തെറ്റ് പോയി. ഈ നോബ് ഞാൻ സ്പീഡ് കൺട്രോൾ ചെയ്യാനുള്ളതല്ല, നമ്മുടെ കട്ടിങ് കോമ്പിൻ്റെ ലെങ്ത്ത് ഡിഫറൻസ് വരുന്നതാണ്. അപ്പോൾ അത് തിരിക്കുന്നതിനനുസരിച്ച് കോമ്പ് മേലേക്ക് കയറി വരും. അപ്പോൾ നമുക്ക് ആ ലെങ്ത്തിൽ വെച്ച് കട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ നമ്മൾ 1 2 3 എന്നൊക്കെ പറയുന്ന ഇതുണ്ടല്ലോ, 0-ലൊക്കെ കട്ട് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്, ആ ലെവലിൽ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ സാധനം. അപ്പോൾ ഒരു ചെറിയ മിസ്റ്റേക്ക് പറഞ്ഞു പോയി, അപ്പോൾ ഇതിൽ ക്ഷമിക്കണം. ഇനി നമുക്ക് ഇത് തുറന്നിട്ടൊന്ന് നോക്കാം എങ്ങനെയാണ് ഇതിൻ്റെ ക്ലീനിങ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. റിമൂവലൊക്കെ വളരെ സിമ്പിളാണ്. ഇത് 10-ലാക്കിയതിന് ശേഷം വലിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് മേലെ നിന്ന് ഊരിപ്പോരും. അപ്പോൾ ക്ലീനിങ് വളരെ സിമ്പിളാണ്. അപ്പോൾ അതെല്ലാവർക്കും ചെയ്യാവുന്ന ടൈപ്പ് സാധനമാണ്. അപ്പോൾ ഓപ്പൺ ചെയ്യാനായിട്ട് ഇവിടെ ഒരു ഇത് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഓപ്പൺ ആവും.
നമ്മളിത് ഓൺ ചെയ്യാനായിട്ട് ലോങ് പ്രസ് ചെയ്തു എന്ന് വിചാരിക്കാം. അത് കഴിഞ്ഞ് നമുക്കിത് പോസ്റ്റ് ചെയ്യണമെന്ന് വിചാരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സൈഡിലൊന്നും ചെറിയൊരു ബട്ടൺ ഞെക്കിയാൽ മതി, ഇത് ഓഫ് ആവും. പിന്നെ ഇതെങ്ങാനും നമുക്ക് വല്ല ലോങ് ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇതിനൊരു ഓപ്ഷൻ ഉണ്ട്. നല്ല ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ലൈറ്റ് മാത്രം ബ്ലിങ്ക് ആവും. അത് കഴിഞ്ഞ് നമ്മൾ സൈഡിലെ ബട്ടൺ ഞെക്കിയാലോ പിന്നെ ഇങ്ങനെ ഞെക്കിയാലോ ഈ ട്രിമ്മർ ഓൺ ആവില്ല. അതിൻ്റെ ഒരു മെയിൻ കാര്യം തന്നെ നമ്മൾ ട്രാവൽ ചെയ്യുന്ന സമയത്ത് അങ്ങനെ ഇത് പ്രസ്സായി പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സേഫ്റ്റിക്ക് വേണ്ടി വീണ്ടും അത് ആക്ടിവേറ്റ് ചെയ്യാനായിട്ട് നിങ്ങൾ ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് അത് റെഡിയാവും. ലോങ് പ്രസ് അപ്പോൾ വേണ്ടി വരും. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഇത് എല്ലാ രീതിയിലും സേഫ്ലി യൂസാണ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞത് ഓപ്പൺ ചെയ്യേണ്ട കാര്യം, ഓപ്പൺ ചെയ്യാൻ പറ്റില്ല, അതൊരു തെറ്റായ ഇൻഫോർമേഷൻ ആയിരുന്നു. ഇവിടെ പിന്നെ നോക്കിയപ്പോഴാണ് ഇവിടെ സ്ക്രൂ ചെയ്ത് ടൈറ്റ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ബോഡി തന്നെ ഭയങ്കര സ്മൂത്താണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കും. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യുക. പിന്നെ ഇത് വാങ്ങുന്നതുകൊണ്ട് ഞാൻ എല്ലാവരെയും സപ്പോർട്ട് ചെയ്യുള്ളൂ. ഇത് നല്ലൊരു ടൈപ്പ് ഡിവൈസാണ്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. പിന്നെ ഇത് IPX7 വാട്ടർ റെസിസ്റ്റൻസ് ആണ് ഇതിനുള്ളത്. അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ വാഷ് ചെയ്യാൻ എളുപ്പമായിരിക്കും. മാക്സിമം ബാക്കിയുള്ള പഴയതിലൊക്കെ നമുക്ക് വരുന്നതെന്നുണ്ടെങ്കിൽ വാഷ് ചെയ്യാൻ പറ്റാത്ത ടൈപ്പായിരുന്നു. ഇതിപ്പോൾ വാഷബിളാണ്. അപ്പോൾ നമുക്ക് ഇത് വളരെ സിമ്പിളായിട്ട് യൂസ് ചെയ്യാൻ പറ്റും.